ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 40 പൂതനാമോക്ഷം. ശ്ലോകം 1-2. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 1. തദനു നന്ദമമന്ദശുഭാസ്പദം നൃപപുരീങ്കരദാനകൃതേഖിതം സമവലോക്യ ജഗാദ ഭവൻപിത വിദിതഹംസസഹായ ജനോദ്യമഃ. അന്വയം. അർത്ഥം. തദനു അനന്തരം, അമന്തശുഭാസ്പദം വലിയ ശുഭത്തിനിരിപ്പിടമായ നന്ദം നന്ദഗോപനെ, കരദാനകൃതേ കരം നൽകുന്നതിനു വേണ്ടി, നൃപപുരീം കംസന്റെ നഗരത്തെ ഗതം പ്രാപിച്ചവനായി, സമവലോക്യ കണ്ടിട്ട്, വിദിത കംസ സഹായ ജനോദ്യമ കംസന്റെ സഹായികൾ ബാലന്മാരെ കൊല്ലുന്നത് അറിഞ്ഞവനായ, ഭവത്പിത അങ്ങയുടെ പിതാവ് വസുദേവൻ ജഗാദ ഇപ്രകാരം പറഞ്ഞു. ഹരിവു. സാരം. പുത്രജനോത്സവത്തിനു ശേഷം മംഗളത്തിന് ഇരിപ്പിടമായ നന്ദഗോപൻ കപ്പം കൊടുക്കാൻ മധുരാപുരിയിൽ എത്തിയപ്പോൾ കംസന്റെ കിങ്കരന്മാർ ബാലപദം നടത്തി നാട് ചുറ്റുന്ന വിവരം വസുദേവർ നന്ദഗോപനെ ധരിപ്പിക്കുന്നു. ഹരിവു. ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 2. ഐസകേ തവ ബാലക ജന്മമാം സുഖയരേ അദ്യ നിജാത്മജ ജന്മവൻ ഇതി ഭവൻ പിതൃതാമൃജനായകേ സമരിരൂപ്യ സസംശതമാദരാൻ. അന്വയം. അർത്ഥം. ഐ സഖേ, അല്ലയോ മിത്രമേ, തവ അങ്ങയ്ക്കുണ്ടായ ബാലകജന്മം പുത്രജന്മം, നിജാത്മജ ജന്മവൽ തൻ്റെ പുത്രജന്മം പോലെ, അദ്യ ഇന്ന്, മാം എന്നെ, സുഖയതേ ആനന്ദിപ്പിക്കുന്നു, ഇതി എന്ന്, ഭവത് പിതൃതാം അങ്ങയുടെ പിതൃത്വം, വൃജനായകേ നന്ദഗോപനെ, സമതിരൂപ്യ ആരോപിച്ചിട്ട്, തം അദ്ദേഹത്തോടെ, ആദരപൂർവം സസംശ പറഞ്ഞു. ഹരിവു. സാരം. അല്ലയോ സുഹൃത്തേ, എൻ്റെ പുത്രജന്മത്തിലെന്ന പോലെ അങ്ങയുടെ പുത്രജന്മത്തിൽ ഞാൻ സന്തോഷിക്കുന്നു എന്നിപ്രകാരം പറഞ്ഞ് വസുദേവൻ നന്ദഗോപനിൽ അങ്ങയുടെ പിതൃത്വം ആരോപിച്ചുകൊണ്ട്